Okay, dear students, we can continue the module 4 of advanced microprocessor. So the next question is explain basic C data types. ഇപ്പോൾ സിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു തന്നെയാണ്. ക്യാരക്ടർ ഉണ്ട്, ഷോർട്ട് ഉണ്ട്, ഇൻറ്റിജർ ഉണ്ട്, ലോങ് ഉണ്ട്, ലോങ്. ക്യാരക്ടർ ഈസ് അൺസൈൻഡ് 8 ബിറ്റ് ആണ് ക്യാരക്ടർ. Then short you can see it's a signed 16 bit, size is 16 bit, and integer size is 32 bit and also signed, and long is, you can see long is 32 bit signed, long is signed 64 bit. Next question is explain register usage in ARM assembly language. ARM assembly language il use ചെയ്യുന്ന registers ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ആമിൽ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് എന്നുള്ളത് രജിസ്റ്റേഴ്സ് R0, R1, R2 എക്സെട്ര R15 വരെയുള്ള 16 രജിസ്റ്റേഴ്സാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതൊക്കെ യൂസ് ചെയ്യുന്നത് ലോക്കൽ വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലോക്കൽ വേരിയബിൾ ഷുഡ് നോട്ട് ഓവർലാപ്പ്. ഒരു രജിസ്റ്ററിൽ നമ്മളൊരു ലോക്കൽ വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വീണ്ടും ലോക്കൽ വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഓവർലാപ്പ് ഉണ്ടാക്കരുത്. അതിൻ്റെ അടുത്ത കൺസെപ്റ്റാണ് സ്പിൽഡ് ഓർ സ്വാപ്ഡ് ഔട്ട് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേഴ്സിലുള്ള വാല്യൂവിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് പറഞ്ഞ പേരാണ് സ്പിൽഡ് ഓർ സ്വാപ്ഡ് ഔട്ട് വേരിയബിൾസ്. ദാറ്റ് മീൻസ് ദ വാല്യൂസ് പ്രസൻറ്റ് ഇൻ ദ രജിസ്റ്റേഴ്സ് വി ആർ സ്റ്റോറിങ് ഇൻ എ സ്റ്റാക്ക് ഓർ മെമ്മറി ലൊക്കേഷൻ. ദാറ്റ് ഈസ് കോൾഡ് സ്പിൽഡ് ഓർ സ്വാപ്ഡ് ഔട്ട് വേരിയബിൾസ്. ഇപ്പോൾ സ്വാപ്ഡ് വേരിയബിൾസിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്വാപ്ഡ് വേരിയബിൾസ് വളരെ കുറവായിരിക്കണം. അതായത് പ്രോസസ്സറിന് എപ്പോഴും ഡാറ്റ ആക്സസ് ചെയ്യുന്നത് രജിസ്റ്റേഴ്സിൽ നിന്നാവണം, അല്ലാതെ മെമ്മറിയിൽ നിന്നാവരുത്. ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഡാറ്റ ഷുഡ് ബി പ്രസൻറ്റ് ഇൻ ദ രജിസ്റ്റേഴ്സ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡാറ്റാസ് രജിസ്റ്റേഴ്സിനകത്ത് വേണം. അപ്പോൾ ഇതൊക്കെയാണ് R0, R1, R2, R3 എന്ന് പറഞ്ഞ 4 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ആർഗ്യുമെൻറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ടാണ്. അപ്പോൾ ആർഗ്യുമെൻറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സാണ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ആർഗ്യുമെൻറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് R0, R1, R2, R3. പിന്നെ R4 മുതൽക്ക് R12 വരെയുള്ള രജിസ്റ്റേഴ്സ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സാണ്, അല്ലെങ്കിൽ ജനറൽ വേരിയബിൾ രജിസ്റ്റേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. R13 ഈസ് യൂസ്ഡ് ആസ് സ്റ്റാക്ക് പോയിൻറ്റർ, R14 ഈസ് യൂസ്ഡ് ആസ് ലിങ്ക് രജിസ്റ്റർ, ആൻഡ് R15 ഈസ് യൂസ്ഡ് ആസ് പ്രോഗ്രാം കൗണ്ടർ. അടുത്ത ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ലോക്കൽ വേരിയബിൾസ് യൂസ്ഡ് ഇൻ സി പ്രോഗ്രാമിംഗ്. സി പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന ലോക്കൽ വേരിയബിൾസ്. അപ്പോൾ യു നോ ക്യാർ, അൺസൈൻഡ് ഇൻറ്റ്, സൈൻഡ് ഇൻറ്റ്, ഷോർട്ട്, ടൈപ്പ് കാസ്റ്റിംഗ്. ദീസ് ആർ ദ വേരിയബിൾസ് യൂസ്ഡ്. അതിൽ ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ നോക്കുന്നത്. ഓരോന്ന് യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജും പ്രോബ്ലംസും. ഫസ്റ്റ് ക്യാരക്ടർ ടൈപ്പ്. ഇപ്പോൾ ക്യാരക്ടർ ടൈപ്പായിട്ട് നമ്മൾ ലോക്കൽ വേരിയബിൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എല്ലാത്തിനും കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ കോമൺ ആണ്. എക്സാമ്പിൾ ടു ഫൈൻഡ് ദ സം ഓഫ് വാല്യൂസ് ഇൻ ഡാറ്റ പാക്കറ്റ്സ് ഇൻ എ TCP/IP കമ്മ്യൂണിക്കേഷൻ. അതായത് TCP/IP കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ പാക്കറ്റിലെ ടോട്ടൽ വാല്യൂ. ആ ഡാറ്റ പാക്കറ്റ്സിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും. ആ ഡാറ്റാസിൻ്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ടു ഫൈൻഡ് ദ സം ഓഫ് വാല്യൂസ് ഇൻ എ ഡാറ്റ പാക്കറ്റ്സ്. അപ്പോൾ ആ ഡാറ്റ പാക്കറ്റ്സിൽ 64 ഡാറ്റാസ് ഉണ്ടെന്ന് വിചാരിക്കുക. 64 സം കാണണം. അപ്പോൾ സൈക്ലിക് റിഡൻഡൻസി ചെക്കിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡാറ്റാസിൻ്റെ സം കാണുന്നത്, CRC, സൈക്ലിക് റിഡൻഡൻസി ചെക്കിങ്. നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു, ഇൻഡ് ചെക്ക് സം കാണാൻ വേണ്ടിയിട്ട്. ചെക്ക് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാക്കറ്റിലുള്ള എല്ലാ ഡാറ്റയുടെയും സം കണ്ടുപിടിക്കുക. ചെക്ക് സം ഇൻഡ് സ്റ്റാർ ഡാറ്റയാണ് നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നത്. ക്യാരക്ടറായിട്ട് ഡിക്ലെയർ ചെയ്തു, സം ഇനീഷ്യലൈസ് 0 ആക്കി. ഇനി നമ്മൾ 64 ഡാറ്റാസിൻ്റെ സം കാണാൻ പോവുകയാണ്. ഫോർ i = 0, i < 64, i++, സം = സം പ്ലസ് ഡാറ്റ ഓഫ് i, റിട്ടേൺ സമ്മിനെ നമ്മൾ മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ ഈ പ്രോഗ്രാം ഓർത്ത് വെക്കുക, ചെറിയൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം തന്നെയായിരിക്കും നമ്മൾ എല്ലാത്തിലും എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എടുത്താൽ ഇപ്പോൾ നമ്മൾ ക്യാരക്ടറായിട്ട് ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ അത് ലെസ് സ്പേസ് ആണ് എടുക്കുക, കാരണം ക്യാരക്ടർ 8 ബിറ്റാണല്ലോ. ബട്ട് പ്രോബ്ലം ഈസ് ദാറ്റ് ഓൾ ARM രജിസ്റ്റേഴ്സ് ആർ 32 ബിറ്റ്. എല്ലാ ARM രജിസ്റ്റേഴ്സും 32 ബിറ്റ് ആയതുകൊണ്ട് 32 ബിറ്റ് സ്പേസ് തന്നെയായിരിക്കും എഫക്റ്റീവ്ലി എടുക്കുന്നത്. Then you can see 2 raised to 8 minus 1 is 255.
Any attempt to increment character over 255. 255 മുകളിലേക്ക് character value increment ചെയ്ത് that's a problem. So comparison operation is required. അപ്പോൾ എപ്പോഴും കമ്പാരിസൺ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ക്യാരക്ടറിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ക്യാരക്ടറിൻ്റെ സൈസ് 8 ബിറ്റാണ്. 2⁻8 - 1 വരെ ക്യാരക്ടറിനെ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എനി അറ്റംപ്റ്റ് ടു ഇൻക്രിമെൻറ്റ് ക്യാരക്ടർ ഓവർ 255 ലീഡ്സ് ടു പ്രോബ്ലം. Then you can see unsigned int type. Unsigned int type ആണെങ്കിൽ സെയിം പ്രോഗ്രാം തന്നെ എഴുതുക. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇൻറ്റ് ടൈപ്പ്, സൈൻഡ് ഇൻറ്റ് ടൈപ്പ് യൂസ് ചെയ്താൽ വി ക്യാൻ അവോയ്ഡ് കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻസ്. ഇനി നെക്സ്റ്റ് ഡിക്ലറേഷൻ ആണ് റിട്ടേൺ ടൈപ്പ് ആസ് ഷോർട്ട്. റിട്ടേൺ ടൈപ്പ് നമ്മൾ ഷോർട്ടായിട്ട് ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ ഷോർട്ട് ചെക്ക് സം, ഷോർട്ട് സ്റ്റാർ ഡാറ്റ, സൈൻഡ് ഇൻറ്റ് ഐ, ഷോർട്ട് സം ഈക്വൾ ടു 0. ഇത് നമ്മൾ സം കണ്ടുപിടിക്കണം. ഫോർ ഐ ഈക്വൾ ടു 0, ഐ ലെസ് ദാൻ 64, ഐ പ്ലസ് സം ഈക്വൾ ടു സം പ്ലസ് ഡാറ്റ ഓഫ് ഐ ആയിരുന്നു നേരത്തെ. ഇവിടെ നമ്മൾ അതിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ടാക്കി മാറ്റി, സമ്മിനെ ഷോർട്ട് ഫോമിലേക്ക് മാറ്റി. അപ്പോൾ ഷോർട്ട് ഓഫ് സം പ്ലസ് ഡാറ്റ ഓഫ് ഐ റിട്ടേൺ സം. അപ്പോൾ ഷോർട്ട് ഓഫ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യാണ്. ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യാൻ നാരോ ആക്കുകയാണ്, സൈസ് ഒന്നും കൂടി കുറയ്ക്കുകയാണ്. സം കിട്ടുന്നതിൻ്റെ സൈസ് കുറച്ചിട്ട് നമ്മൾ മെയിൻ പ്രോഗ്രാമിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ നാരോയിങ് ടൈപ്പ് കാസ്റ്റിംഗ് ആണത്. ടൈപ്പ് കാസ്റ്റിംഗ് അറ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിലെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാം. ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് വാട്ട് ഈസ് കോൾഡ് ടൈപ്പ് കാസ്റ്റിംഗ്. ടൈപ്പ് കാസ്റ്റിംഗ് അറ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഷോർട്ട് ടൈപ്പ്. അപ്പോൾ യു കൻ സി ഷോർട്ട് ചെക്ക് സം, ഷോർട്ട് സ്റ്റാർ ഡാറ്റ, അൺസൈൻഡ് ഇൻറ്റ് ഇൻ്റെ സം ഈക്വൾ 0, ഫോർ ഐ ഈക്വൾ 0, ഐ ലെസ് ദാൻ 64, 64 തന്നെ സം കാണണം, സം ഈക്വൾ സം പ്ലസ് ഡാറ്റ ഓഫ് എ. പിന്നെ യു കൻ സി റിട്ടേണിൽ നമ്മൾ ഷോർട്ട് ഓഫ് സം കൊടുത്തു. റിട്ടേൺ ചെയ്യുന്നിടത്ത് നമ്മൾ സമ്മിന് എന്താക്കി, ചെറുതാക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് മാറ്റിയിട്ട് മെയിൻ പ്രോഗ്രാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എക്സ്പ്ലെയിൻ ലോക്കൽ വേരിയബിൾസ് യൂസ്ഡ് ഇൻ സി പ്രോഗ്രാമിംഗ്. ലോക്കൽ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് ക്യാർ, അൺസൈൻഡ് ഇൻറ്റ്, സൈൻഡ് ഇൻറ്റ്, ഷോർട്ട്, ടൈപ്പ് കാസ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ജനറൽ പോയിൻറ്റ്സ് ഫോർ സി ടൈപ്പ് ഡിക്ലറേഷൻ. സി ടൈപ്പിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഡാറ്റ ഡിക്ലെയർ ചെയ്യുമ്പോഴുള്ള ജനറലായിട്ട് നമ്മൾ ഓർത്തേക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോക്കൽ വേരിയബിൾസ് ആയിട്ട് നമ്മൾ ഒരിക്കലും ക്യാരക്ടറിനെ ഡിക്ലെയർ ചെയ്യരുത്. നമുക്കവിടെ സൈൻഡ് ഇൻറ്റോ അൺസൈൻഡ് ഇൻറ്റോ നമുക്ക് യൂസ് ചെയ്യാം. അൺസൈൻഡ് ഇൻറ്റ് ഡിവിഷൻ വരുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ അൺസൈൻഡ് ഇൻറ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് പെട്ടെന്ന് നടക്കുക. ഫോർ ഗ്ലോബൽ വേരിയബിൾസ് യൂസ് സ്മോളസ്റ്റ് ഡാറ്റ ടൈപ്പ്. ഏറ്റവും ചെറിയ ഡാറ്റ ടൈപ്പിനായിരിക്കണം ഗ്ലോബൽ വേരിയബിൾസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്. യൂസ് എക്സ്പ്ലിസിറ്റ് കാസ്റ്റിംഗ് വെൻ റീഡിങ് അറേ ഓർ ഗ്ലോബൽ വേരിയബിൾ. ഗ്ലോബൽ വേരിയബിൾസിന് റീഡ് ചെയ്യുമ്പോൾ എക്സ്പ്ലിസിറ്റ് കാസ്റ്റിംഗ് യൂസ് ചെയ്യുക. അവോയ്ഡ് ടൈപ്പ് കാസ്റ്റിംഗ് ഇൻ എക്സ്പ്രഷൻസിൽ നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് ഒഴിവാക്കുക. ഇനി അടുത്തത് വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഡിക്ലെയറിംഗ് ലോക്കൽ വേരിയബിൾ. ലോക്കൽ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഡിക്ലെയറിംഗ് ലോക്കൽ വേരിയബിൾ ആസ് ക്യാരക്ടർ. ഒരു ലോക്കൽ വേരിയബിളിനെ നമ്മൾ ക്യാരക്ടറായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പം ഫേസ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലംസ്. നമ്മൾ ലോക്കൽ വേരിയബിൾ ക്യാർ ഐ എന്ന് ഡിക്ലെയർ ചെയ്തു, വൈൽ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ലീഡ്സ് ടു എ പ്രോബ്ലം. ദാറ്റ് മീൻസ് ദർ ഇസ് ആൻ അൺസൈൻഡ് കമ്പാരിസൺ ഓഫ് ഐ ബിക്കോസ് ഐ ഈസ് ഡിക്ലെയർ ആസ് ക്യാരക്ടർ whereas character is an unsigned variable of 8-bit size. That leads to an infinite loop. That loop will never terminate. Also character is 8-bit. Any attempt to increment it over 255 will leads to a problem. അപ്പോൾ 8-bit ആയതുകൊണ്ട് 255ൻ്റെ മുകളിലേക്ക് അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that will be a problem. Okay.